ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ പ്രഭാതത്തിൽ നിങ്ങളേവർക്കും എൻ്റെ സ്നേഹവന്ദനം. മിഷൻ 7 എന്ന ചാനലിലൂടെ സൗത്ത് കേരള സെക്ഷൻ നടത്തുന്നതായ ഈ പ്രഭാത ജാഗരണത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾക്ക് ചിന്തിപ്പാനുള്ളതായ വിഷയം സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടിയല്ല, ദൈവ മഹത്വത്തിനായി ധനം നിക്ഷേപിക്കുക. 1 ശമൂവേൽ 2:3 ഇപ്രകാരം പറയുന്നു: ഡംഭിച്ച് എന്നെ സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവർത്തികളെ തൂക്കി നോക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ളതായ ചില പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വാക്യത്തിൻ്റെ അർത്ഥം എത്ര വലിയതാണ് എന്ന്. നമ്മുടെ ചുറ്റുപാടുമുള്ളതായ ചില ആലയങ്ങൾ, ദൈവാലയങ്ങളിൽ ചില പണികൾ നടത്തുമ്പോൾ അതിനുള്ളിൽ അത് പണി കഴിപ്പിക്കുന്നതായ വ്യക്തികളുടെ പേരെഴുതി വെക്കുക എന്നുള്ളതായ ഒരു പ്രവണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, തനിക്ക് ലഭിച്ചതായ ധനം തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണെന്നും തൻ്റെ മാത്രം കഴിവാണ് എന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത്, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് ദൈവവും നമ്മളും തമ്മിലുള്ളതായ ഒരു ബന്ധമായി നിലകൊള്ളണം എന്നുള്ളതാണ്. എത്ര ഉന്നതമായ കെട്ടിടങ്ങൾ പണിതാലും അതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരണമെങ്കിൽ ഒരുപക്ഷെ അവിടെ നമ്മുടെ പേരുകൾ എഴുതി വെക്കാതിരിക്കണം. എപ്പോഴെങ്കിലും ഒരു വ്യക്തി അത് കാണുമ്പോൾ അവർ തീർച്ചയായിട്ടും ഇപ്രകാരം ചിന്തിക്കും: ഓ, ഈ വ്യക്തിയാണല്ലോ അത് ചെയ്തത് എന്ന്. അപ്പോൾ അതിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്രകാരമായിരിക്കരുത് നമ്മുടെ നിക്ഷേപം എന്നുള്ളത്. ദൈവനാമ മഹത്വത്തിനായിട്ട് ആയിരിക്കണം നമ്മൾ ചിലവഴിക്കേണ്ടത്. ഒരുപക്ഷെ ആ ദൈവനാമ മഹത്വത്തിനായിട്ട് ചിലവഴിക്കുന്നതായ ധനം അത് കൊണ്ടുവരുന്നതും എപ്രകാരമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്യായമായി സമ്പാദിച്ചത് ഒന്നും ആലയത്തിലേക്ക് കൊണ്ടുവരരുത്. അതുപോലെ തന്നെ ദൈവം നമ്മളോട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ ചെയ്ത് കിട്ടിയതായ ധനവും ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അത് കൊണ്ടുവരിക ചെയ്യരുത്. ഒരിക്കൽ ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ നായയുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്നതായ ധനം ഞാൻ പള്ളിക്ക് കൊടുക്കും. നോക്കുക, എത്ര നീചമായ മനസ്സിൻ്റെ ഉടമയാണത്. ദൈവം അപ്രകാരം അങ്ങനെ ചെയ്യുവാനായിട്ട് ഒരിക്കലും മനുഷ്യനോട് കൽപ്പിച്ചിരുന്നില്ല. എങ്കിലും മനുഷ്യൻ ദൈവം പറയുന്നതിനും ദൈവത്തെക്കാൾ അപ്പുറവും ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ളതായ ചില പ്രയാസങ്ങൾ നേരിടുന്നത്, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ചിന്തകൾ ഉള്ളിലെടുക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ മഹത്വത്തിനായിട്ട് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഇപ്രകാരമുള്ള രീതിയിൽ ലഭിച്ചതായ ധനങ്ങളൊന്നും തന്നെ അവിടെ കൊണ്ടുവരരുത്. അതുപോലെ തന്നെ തട്ടിപ്പിലും ധിക്കാരത്തിലും ഭീഷണിയിലും നമ്മൾ സമ്പാദിച്ചതായ ധനവും ആലയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. കാരണം അത് നമ്മൾ കൊണ്ടുവരുന്നത് ദൈവ മഹത്വത്തിനായിട്ടല്ല, മറിച്ച് സ്വയം സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഞാനാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്, എന്നെപ്പോലെ വേറെ ആരും ധനം ഈ ആലയത്തിൽ കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ ഇതിന് കൊടുക്കുന്നില്ല എന്നുള്ളതായ ഒരു അഹങ്കാരം നിറഞ്ഞതായ ചിന്ത, അല്ലെങ്കിൽ ആ അഹങ്കാരം നിറഞ്ഞതായ സംതൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്രകാരമായിരിക്കരുത് നമ്മുടെ പ്രവൃത്തി. ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മുടെ ധനം നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങളോടുണ്ട്. പാവപ്പെട്ടതായ കുട്ടികളെ ആരും അറിയാതെ അവരുടെ പഠനത്തിന് സഹായിക്കുന്നതും ദൈവമഹത്വത്തിനായിട്ടാണ്. അവർ അതിന് നന്ദി കാണിച്ചില്ല എങ്കിൽ പോലും നമുക്ക് യാതൊരുവിധ പരാതി ഉണ്ടാകാൻ പാടില്ല. കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതായ ആ ചിന്ത നമ്മൾ അവിടെ നടപ്പിലാക്കുകയാണ്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ചെയ്തു. പ്രതിഫലം തരേണ്ടത് ദൈവമാണ്. അപ്രകാരമുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ധനം കൊണ്ട് നമ്മുടെ ആലയത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു മൂഢചിന്തയും
നമ്മൾ ഉണ്ടാകരുത്. നമ്മൾക്ക് ലഭിക്കുന്നതായ ആ പണം ദൈവമഹത്വത്തിനായിട്ട് നമ്മൾ ചിലവഴിക്കുമ്പോൾ ഓർക്കുക, ഇതൊന്നും നമ്മളുടെ പേരിൻ്റെ മഹത്വത്തിനായിട്ടായിരിക്കരുത്. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ, അത് ദൈവ സന്നിധിയിലേക്ക് അർപ്പിക്കുമ്പോൾ, അത് കൊണ്ടുവരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് അർപ്പിക്കുന്നതിന് മുമ്പ് വരെ മാത്രമേ നമ്മുടെ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെതാണ്. ആ ചിന്ത നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകണം. നമ്മൾ എന്ത് കൊടുത്താലും അത് നമ്മുടെ കൈവശം ഇരിക്കുന്നിടം വരെ മാത്രമേ നമ്മളുടേതെന്ന് പറയുവാനായിട്ട് സാധിക്കുള്ളൂ. പിന്നീട് നമുക്കതിലൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ആലയം പണിക്കോ അല്ലെങ്കിൽ എന്തു തന്നെ ആയിരുന്നാലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പേര് വെക്കുവാനോ അല്ലെങ്കിൽ അത് നമ്മുടെയാണ് എന്നുള്ളതായ പരസ്യഘോഷണത്തിനോ നമ്മൾ മുതിരില്ല. മറിച്ച് ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ കൃപയാണ് എന്നുള്ളതായ ചിന്ത നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകണം. അപ്രകാരം ഒരു ചിന്തയും അപ്രകാരം ഒരു തീരുമാനവും നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായിട്ട് ഞങ്ങൾ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് അല്പസമയം അങ്ങയുടെ വചനം ചിന്തിക്കുവാൻ നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് ലഭിക്കുന്നതായ ധനം അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് അടിയങ്ങൾ വിനിയോഗിക്കുമ്പോൾ അത് അടിയങ്ങളുടേതല്ല, അങ്ങയുടെ കൃപയാൽ ലഭിച്ചതാണെന്നുള്ളതായ ഒരു വിശ്വാസത്തോടുകൂടെ ജീവിപ്പാനായിട്ട് അടിയങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാക്കണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരത്തിൻ്റെതായ അനുഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് അങ്ങടിയങ്ങളെ എവിടുന്ന് കാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. ഈ പ്രഭാത ജാഗരണം കേട്ടുകൊണ്ടിരിക്കുന്നതായ ഓരോ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്ക് ഈ ദിനം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാൻ തക്കോണം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേട്ട് ഉത്തരം നൽകുമാറാകണമേ. ആമേൻ.